കോതമംഗലം ഭൂമിക്കടിയിൽ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ചെറിയ പള്ളിയെന്ന് വിലയിരുത്തുന്ന തലക്കോട് അള്ളുകല്ലിലെ പള്ളി എല്ലാവരെയും ആകർഷണ കേന്ദ്രമായി മാറി. തലക്കോട് അള്ളുകൽ പാച്ചേറ്റി എന്ന ഗ്രാമത്ത് സൂഫി സെന്ററിന് പ്രവർത്തിക്കുന്ന മാക്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രസിഡന്റും ആത്മീയ ഗുരുവുമായ യൂനസ് ഷാ ഖാദിരി ചിശ്തിയുടെ നേതൃത്വത്തിൽ 14ഓളം വരുന്ന അനുനായികൾ 60 ദിവസം കൊണ്ട് നിർമ്മിച്ച 65ഓളം മീറ്റർ സഞ്ചരിക്കാവുന്ന ഭൂമിക്കടിയിൽ 80 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. 22 അടി ഭൂമിയിൽ നിന്നും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിയോടൊപ്പം എല്ലാ മതവിഭാഗങ്ങൾക്കും അവരവരുടെ ദൈവത്തെ ആരാധിക്കാനും 9ഓളം ധ്യാനപീഠങ്ങളും 2 മുറികളും കൂടി ഉൾപ്പെടെയാണ് മസ്ജിദ് അൽ മുബഷീറിൽ എന്ന് പേരുള്ള ഈ പള്ളി. മുൻവശത്തെ വാതിൽ തുറന്നാൽ താഴേക്കുള്ള പടികളാണ് ആദ്യം കാണുന്നത്. പടിയുടെ അവസാനം ഇടത്തോട്ടും വലത്തോട്ടും തുരങ്കങ്ങൾ കാണാം. ഇവിടെ 9ഓളം ധ്യാനപീഠങ്ങൾ 2 ചെറിയ മുറികളുമുണ്ട്. ഉറപ്പുള്ള മട്ടിപ്പാറകൾ തുറന്നാണ് തുരങ്ക നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഇടതുവശത്തുള്ള തുരങ്കത്തിലൂടെ സഞ്ചരിച്ചാൽ അവസാനം എത്തി നിൽക്കുന്നത് ആരും കൗതുകമുയർത്തുന്ന കുഞ്ഞൻ പള്ളിയിലാണ്. പള്ളിയുടെ അനുബന്ധ നിർമ്മാണങ്ങളും കണ്ടാൽ ആരും അത്ഭുതപ്പെട്ടു പോകും. ഒരേ സമയം ആകാംക്ഷയും ഉത്കണ്ഠയും സൃഷ്ടിക്കുന്ന ഈ മനോഹര നിർമ്മിതി കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. എല്ലാ മതങ്ങളും തമ്മിലുള്ള സ്പന്ദത ഒഴിവാക്കി ഒരു കുടക്കീഴിൽ നിന്നും പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന വിശ്വാസമാണ് ഇതുപോലുള്ള മസ്ജിദും സംവിധാനങ്ങളും ഇവിടെ ഒരുക്കാൻ കാരണമെന്ന് സൊസൈറ്റിയുടെ പ്രസിഡന്റ് സൂഫി ആത്മീയ ഗുരുവായ യൂനസ് ഷാ ഖാദിരി ചിശ്തി പറഞ്ഞു. അള്ളങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പാച്ചേറ്റി എന്ന പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഭൂമിക്കടിയിലുള്ള മസ്ജിദാണ്. ഇത് മസ്ജിദ് മാത്രമല്ല, എല്ലാ മതവിഭാഗങ്ങൾക്കും ഇവിടെ ആരാധന നടത്താനുള്ള ഒരു സൗകര്യം കൂടി ഒരുക്കിയിരിക്കുകയാണ് മാക്സ് ചാരിറ്റബിൾ സൊസൈറ്റി. ഇത് നിർമ്മിച്ചിരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള എൻ്റെ ശിഷ്യന്മാരെ 14 പേരോളം കൂടി ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ഒരു പള്ളി സംവിധാനങ്ങളുമാണ്. ഇതിൻ്റെ ഉദ്ദേശം എല്ലാ മതങ്ങളും മനുഷ്യരായി ചിന്തിച്ചു കൊണ്ടിട്ട് സ്പർദ്ധ ഒഴിവാക്കി ഒരു കുടക്കീഴിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കും, അള്ളാഹു കേൾക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. ഞങ്ങളെല്ലാം ഇവിടെ നിന്ന് മൺമറഞ്ഞു പോയാലും ഞങ്ങളുടെ പിൻതലമുറക്കാർ ഇത് നിലനിർത്തണം. അതിന് എന്തെല്ലാം നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും സമൂഹത്തിന് വേണ്ടി, അതെല്ലാം നാം ഈ മാക്സ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിൽ ഞങ്ങളെല്ലാം ചെയ്യുന്നതാണ്.